ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് കാലിക്കറ്റുള്ള ലുലു മാളിൽ വന്നതാണ്. എന്നാൽ സൺഡേ ആയിരുന്നു ഞങ്ങൾ വന്നത്, അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ ആളുകൾ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തനുതാ ഓരോ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലെത്തി. എൻട്രൻസിലെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അവിടെ നല്ല തിരക്കായതുകൊണ്ട് ആ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റാണിത്. ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങൾ സാധനമൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ച് പോയതായിരുന്നു, പക്ഷേ തിരക്കൊണ്ടൊന്നും നടന്നില്ല. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നല്ല നല്ല ബ്രാൻഡഡ് ഷർട്ടിൻ്റെ ഏരിയയാണ്. നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കുന്നേരം തനുവിന് എസ്കലേറ്ററിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറാൻ പോയപ്പോൾ അവിടെ നല്ല ക്യൂ ആണ്. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ എസ്കലേറ്ററിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. അവിടെ കൂടുതലും ഫുഡ് കോർട്ടാണുള്ളത്, അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. നല്ല തിരക്കാണ് അവിടെയും. പിന്നെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് തന്നെ പോന്നു. എസ്കലേറ്ററിൽ കയറി ഹാപ്പിയാണ് തനുവിൻ്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ പുറത്തിറങ്ങി. തിരക്കായതുകൊണ്ട് വിചാരിച്ചപ്പോൾ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുകയായിരുന്നു. മാളിലേതായാലും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ബേപ്പൂർ പുളിമുട്ടിൽ ബീച്ചിലേക്കൊന്ന് പോകാൻ വിചാരിച്ചു. എന്നപ്പോൾ ആ ഒരു ചെറിയ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്നു. ഗൈസ്, അപ്പോൾ അതാണ് ബേപ്പൂർ ബീച്ചിലെ വിശേഷങ്ങൾ. ഇവിടെ വരാത്തവരുണ്ട്, മസ്റ്റായിട്ടും വന്ന് കാണണം. നല്ല അടിപൊളി സ്ഥലമാണ്. ഈവനിങ്ങിലൊക്കെ അന്നേരം ഒന്നുകൂടി ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്ത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.